മീറ്റിംഗിനെ കുറിച്ച് ഞങ്ങൾ റോഡ് വികസനവുമായി ഇന്നും കൂടിയാണ് വീണ്ടും എന്തായാലും ഗൗരവമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കേരളത്തിലെ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച ചർച്ച ചെയ്യും. എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ്പോർട്ട് സെക്രട്ടറി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ, മെമ്പർമാർ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട ടോപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞത്. ഇതില് പ്രതിപക്ഷം എന്നല്ല, PAC എന്ന നിലയ്ക്ക്, ചെയർമാൻ എന്ന നിലയ്ക്ക് എന്താ കാണുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കണം. PAC ആവശ്യപ്പെടും ഇതിന്റെ അലൈൻമെന്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്തത്, DPR എങ്ങനെയാണ് തയ്യാറാക്കിയത്, കരാറുകാർക്ക് എന്തായിരുന്നു ഇതിന്റെ സ്വാതന്ത്ര്യം, എന്താണ് റോള്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് റോൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായിട്ട് ആരായും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒഫീഷ്യലായിട്ട് ആരായും. അല്ലാതെ ഒരു കമ്മിറ്റിക്ക് മുമ്പ് ഒരു നിഗമനത്തിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിതിൽ ആ പ്രദേശം വിസിറ്റ് ചെയ്ത് കണ്ട് എന്തൊരു കാഴ്ചയാണ്. സത്യത്തിൽ ആ റോഡ് പൂർത്തിയായിട്ട ശേഷമാണ് ഇത്തരമൊരു അപകടം നടന്നിരുന്നുവെങ്കിൽ ഊഹിക്കാൻ കഴിയാത്തവണ്ണമുള്ള കാഷ്വാലിറ്റി അവിടെ ഉണ്ടാവുക. ഭീകരമായ കാഴ്ചയാണെന്നില്ല നമ്മൾ. വീഴ്ച ഉണ്ട് എന്നുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും. അതിനുശേഷം എനിക്കിപ്പോൾ ഈ കമ്മിറ്റി ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ദേശീയപാതയിലെ വിള്ളലുകൾ, തകർച്ചകൾ ഫോട്ടോ അയച്ചു തരികയാണ് ആളുകൾ. അപ്പോൾ ഇത് ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യണം. കാരണം ഇതിൻ്റെ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണോ ഈ അലൈൻമെൻറ്റും DPR ഫിക്സ് ചെയ്തത്, അത് എന്താണ് അതിനകത്ത് നടന്നത്, ഇത്തരം കാര്യങ്ങൾ വിശദമായ പരിശോധന ഞങ്ങൾ നടത്തും.